Hi everyone, this is me, Casac Benjali. പുതിയ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ആപ്പിളിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്ന തുല്യമായ പ്രോഡക്റ്റാണ്. അത് മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകളാണെങ്കിലും ഇനി അതല്ല ബാക്കിയുള്ള ഗാഡ്ജറ്റുകളാണെങ്കിലും ആപ്പിളിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്. കാരണം അതിന്റെ ക്വാളിറ്റി ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്പിളിന്റെ ഒരുപാട് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒത്തിരി സ്ട്രാറ്റജികളുണ്ട്. അതിലൊന്നാണ് പ്രൈസിംഗിലെ ആപ്പിളിന്റെ ആങ്കറിംഗ് എഫക്റ്റ്, ആങ്കറിംഗ് സ്ട്രാറ്റജി. ഈ ആങ്കറിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആപ്പിളിന്റെ ഒരു ആങ്കറിംഗ് സ്ട്രാറ്റജി എങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമറുടെ മനസ്സിനകത്തേക്ക് സ്വാധീനം ചെലുത്തി നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ട് പ്രൈസിംഗിൽ മാറ്റാം. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൈസിംഗിനെ കുറിച്ച് പലർക്കും കൃത്യമായിട്ട് ധാരണയില്ല. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ആക്ടിവിറ്റി അല്ല, അതൊരു ജേണിയാണ്. കാരണം മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ചും കോമ്പറ്റീഷൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിനനുസരിച്ചും കസ്റ്റമറുടെ അക്സെപ്റ്റൻസിനനുസരിച്ചിട്ടൊക്കെ മാറി മാറി വരുന്നൊരു യാത്രയാണ് ശരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രൈസിങ് ഒരേ സമയം തല മൂർച്ചയുള്ള വാളുമാണ്. നല്ല പ്രോഡക്റ്റുകളായിട്ട് പോലും റോങ് പ്രൈസിങ് സ്ട്രാറ്റജി കാരണം തകർന്ന് തരിപ്പണമായ പ്രോഡക്റ്റുകളുമുണ്ട്. ഓവർ പ്രൈസിങ് ആയതുകൊണ്ട് തകർന്നതുണ്ട്. എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നല്ല പ്രൈസ് ഇല്ലാത്തതിന്റെ പേരിൽ അതിന് വേണ്ട ബ്രാൻഡ് വാല്യൂ കിട്ടാതെ പോയത് കൊണ്ട് അത് തകർന്നു പോയ അനുഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിന്റെ ആങ്കർ പ്രൈസിങ്. ഒരിക്കൽ ആപ്പിളിന്റെ ഡിസ്പ്ലേ XDR എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയം ആപ്പിളിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ XDR ലോഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് $43,000 എന്നുള്ളത് സ്ക്രീനിൽ പലവട്ടമായിട്ട് എഴുതി കാണിച്ചു, പലവട്ടം അതിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങിന് എത്തിയിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മീഡിയ പേഴ്സൺസും അതുപോലെ തന്നെ ടെക്നോളജി എക്സ്പേർട്സും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ചടങ്ങിൽ $43,000 എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ച് ഈ പ്രസന്റേഷന് മുൻപായിട്ട് കാണിച്ചു. സ്വാഭാവികമായിട്ടും ആളുകളുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് ഡിസ്പ്ലേ XDRന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഹ്യൂജ് പ്രൈസിംഗ് ആയിരിക്കും. $43,000. അതുവരെ മാർക്കറ്റിൽ അത്തരം ഒരു പ്രോഡക്റ്റിന്, അത് കോമ്പറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന് അങ്ങനെ ഒരു പ്രൈസിങ്ങേ വന്നിട്ടില്ല. ഹ്യൂജ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് എന്ന് ആളുകൾ ഉറപ്പിക്കുകയും അത് എക്സ്പെക്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്ന എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് തന്നെ $43,000 എന്ന് പറയുന്ന പ്രൈസിലേക്ക് അവിടെയുള്ള ആളുകളുടെ മൈൻഡിനെ കംപ്ലീറ്റ് കൊണ്ടുപോയി ആങ്കർ ചെയ്ത് അവിടെ അങ്ങ് കൊളുത്തിയിട്ടു. എന്നിട്ടാണ് ആപ്പിളിന്റെ മാർക്കറ്റിംഗ് ടീം എന്ത് ചെയ്തത്, ഡിസ്പ്ലേ XDRന്റെ ആക്ച്വൽ പ്രൈസ് അനൗൺസ് ചെയ്തത്. ഈ 43,000 എന്ന് പറയുന്നത് ആക്ച്വലി അത് ഡിസ്പ്ലേ XDRന്റെ പ്രൈസ് ആയിരുന്നില്ല, സോണിയുടെ റെഫറൻസ് മോണിറ്ററിന്റെ പ്രൈസ് ആയിരുന്നു $43,000 എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് അനൗൺസ് ചെയ്തതിനു ശേഷം റെഫറൻസ് മോണിറ്ററിന്റെ പ്രൈസ് $43,000 ആളുകളുടെ മൈൻഡിനെ കംപ്ലീറ്റ് കൊണ്ടുപോയതിനു ശേഷം ഏകദേശം ഫീച്ചർ എന്ന് പറയുന്ന കോമ്പറ്റീറ്റർ അല്ല ശരിക്ക് റെഫറൻസ് മോണിറ്ററും അതുപോലെ തന്നെ പ്രോ XDR ഡിസ്പ്ലേ XDR തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതിലേക്ക് ആളുകളുടെ മൈൻഡിനെ കൊണ്ടുപോയതിനു ശേഷം പ്രോ ഡിസ്പ്ലേ XDRന്റെ പ്രൈസ് അനൗൺസ് ചെയ്തു $4,999 എന്ന് പറയുന്ന പ്രൈസിലേക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും 43,000 എന്ന് പറയുന്ന ആ ഒരു ഹ്യൂജ് എമൗണ്ടിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ആളുകളുടെ മൈൻഡ് വളരെ പെട്ടെന്ന് തന്നെ വെറും $4,999 എന്ന് പറയുന്ന $, അങ്ങ് താഴ്ന്നു വീണപ്പോൾ ഹാവ് എന്നുള്ളൊരു വലിയൊരു ആശ്വാസം, അതായത് റീസണബിൾ പ്രൈസിങ് എന്നതിലേക്ക് ആളുകൾ എത്തി. കാരണം സോണിയുടെ റെഫറൻസ് മോണിറ്ററിന്റെ തന്നെ ഫീച്ചേഴ്സിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുകയും എന്നാൽ അതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അതിനേക്കാളും 10 ഇരട്ടി 10-1 പ്രൈസിംഗിലേക്ക് അത് ചുരുക്കിയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നതാണ് അവിടെ ആപ്പിൾ ചെയ്തത്. കാരണം ഹയർ പ്രൈസിലേക്ക് കസ്റ്റമറുടെ മൈൻഡിനെ ആങ്കർ ചെയ്തതിനു ശേഷം ലോ പ്രൈസ് പ്രസന്റ് ചെയ്യുക. ഇത് ശരിക്കും 5,000 അല്ലെങ്കിൽ 4,999 എന്ന് പറയുന്ന പ്രൈസ് ഒരു 32 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 40 ഇഞ്ച് ഡിസ്പ്ലേ TV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 10 ഇരട്ടി കൂടുതലാണ്. പക്ഷെ അതല്ല, ഇതിനും അപ്പുറത്തേക്ക് 10 ഇരട്ടി കൂടുതലാണെങ്കിൽ പോലും 43,000 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിലേക്ക് അതിന്റെ പ്രൈസിങ്ങിനെ ആങ്കർ ചെയ്ത സമയത്ത് ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തു. ഈ ആപ്പിളിന്റെ ആങ്കറിംഗ് എഫക്റ്റ് ഒരു പ്രോഡക്റ്റ് പ്രൈസ് ലോഞ്ചിങ്ങിൽ മാത്രമല്ല, അവരുടെ എല്ലാ ലോഞ്ചിങ്ങിന്റെ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 2006 സ്റ്റീവ് ജോബ്സ് തന്നെ ഐപോഡ് ഹൈഫൈ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതേ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. അന്ന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപോഡ് ഹൈഫൈക്ക് പ്രൈസ് വെച്ചിരിക്കുന്നത് പ്ലാൻ ചെയ്തിരിക്കുന്നത് $349 ആണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി അതേ സെഗ്മെന്റിലുള്ള ബാക്കിയുള്ള മാർക്കറ്റിലെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ഹയർ പ്രൈസ് തന്നെയാണ്. പക്ഷെ ആങ്കർ എഫക്റ്റിലൂടെ സ്റ്റീവ് ജോബ്സ് വളരെ മനോഹരമായിട്ട് ഐപോഡ്
ഹൈഫൈയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു റീസണബിൾ പ്രൈസ് ആണെന്നും കുറഞ്ഞ പ്രൈസ് ആണെന്നും സ്ഥാപിച്ചെടുക്കാൻ സ്റ്റീവ് ജോബ്സിന് പറ്റി. അതിന് അദ്ദേഹം ഉപയോഗിച്ചതും ഇതേ സ്ട്രാറ്റജിയാണ്. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപോഡ് ഹൈഫൈയുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹൈ എൻഡ് സെഗ്മെന്റ് ആയിട്ടുള്ള ബോസിന്റെ പ്രോഡക്റ്റിലേക്ക് $1000 കോസ്റ്റ് ഉണ്ടായിരുന്ന ബോസിന്റെ പ്രോഡക്റ്റിലേക്ക് റെഫർ ചെയ്തു. ഇതേ ഫീച്ചറുള്ള പ്രോഡക്റ്റ് ബോസിന്റെ പ്രോഡക്റ്റിന് $1000 അതായത് $1000 ചാർജ് ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐപോഡ് i5 ആപ്പിളിന്റെ സെയിം സൗണ്ട് സിസ്റ്റമാണ്, സെയിം സൗണ്ട് ക്വാളിറ്റി കൊടുക്കുന്നു. $1000 ചാർജ് ചെയ്യുന്നതിന്റെ സെയിം സൗണ്ട് ക്വാളിറ്റി കൊടുക്കുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റിന് വെറും $349 മാത്രമേ ഞങ്ങൾ ചാർജ് ചെയ്യുന്നുള്ളൂ. കാരണം $1000 അല്ലെങ്കിൽ $1000 എന്ന് പറയുന്ന US കസ്റ്റമേഴ്സിന്റെയും അവിടെ ഇരിക്കുന്ന ആളുകളുടെ മൈൻഡിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും $1000 എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഇതൊരു 800 എക്സ്പെക്ട് ചെയ്യാം എന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നിടത്ത് അതിന്റെ 1/3 പ്രൈസിലേക്കാണ് കറക്റ്റായിട്ട് പ്രൈസിങ് കൊണ്ടുവരികയും എന്നാൽ $1000 എന്ന് പറയുന്നിടത്തേക്ക് തൂക്കിയിടുകയും ചെയ്തു. അവിടെ മൈൻഡിനെ കൊളുത്തിയിട്ടിട്ട് താഴെ കൊണ്ടുവന്നപ്പോൾ ഇറ്റ് വാസ് റെഡി ടു അക്സെപ്റ്റ്. പക്ഷേ ഇതേ ഫീച്ചറുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $150-200 ആണ് ഒരു വശത്തുണ്ടായിരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈവൻ സെയിൽസ് പ്രസന്റേഷനിൽ സെയിൽസിൽ പ്രസന്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് നിങ്ങൾ സെയിൽസ് പ്രസന്റ് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി ആപ്പിളിന്റെ ഇതേ ആങ്കറിങ് എഫക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഏതൊരു നെഗോസിയേഷനിലും സെയിൽസിലും കസ്റ്റമറെ കുറച്ചും കൂടെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിലേക്ക് വിദൂര കോമ്പറ്റീഷനിൽ വരുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് റേഞ്ചിന് നിങ്ങൾ പറയുകയും ആ പ്രോഡക്റ്റിന്റെ പ്രൈസിലേക്ക് കസ്റ്റമറുടെ മനസ്സിന് ആദ്യം കൊണ്ടുപോകുക, എന്നിട്ട് അതിനേക്കാളും 2-3 ഇരട്ടി കുറവുള്ള നിങ്ങളുടെ പ്രൈസിന്റെ ഫീച്ചേഴ്സ് അഡീഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ട് ആ പ്രോഡക്റ്റിന്റെ സിമിലാരിറ്റി ഉള്ള കാര്യങ്ങൾ, ഗ്യാപ്പ് ഓഫ് കോഴ്സ് ഉണ്ടാകാം, പക്ഷെ സിമിലാരിറ്റി നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് 50,000 വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് അതിന്റെ ഫീച്ചേഴ്സുകൾ അത്ര തന്നെ കുറെ ഫീച്ചേഴ്സുകളുള്ള ഈ സാധനം 5000-ന് കിട്ടുക എന്ന് പറയുന്നത് കസ്റ്റമർക്ക് അതൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മെത്തേഡായി മാറും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആങ്കറിങ് എഫക്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഡെയിലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും മറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ഓൺടർപ്രണർക്ക് ഡെയിലി എനർജി വേണം, ഡെയിലി പവർ വേണം, ഡെയിലി ബിസിനസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഡെയിലി മാർക്കറ്റ് ഡെയിലി നമ്മുടെ മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കണം, അതിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് വേണം. മുൻപുള്ള പോലെയല്ല വൂക്ക മാർക്കറ്റാണ്, വെലോസിറ്റിയും അൺസർട്ടനിറ്റിയും ആംബിഗ്വിറ്റിയും കോമ്പറ്റീഷനും എല്ലാം ഹ്യൂജ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മാർക്കറ്റിനകത്ത് ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാക്കി വിജയിക്കണമെങ്കിൽ യു നീഡ് എ കോച്ച്, യു നീഡ് എ ഡെയിലി മെന്ററിങ്. അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ബെഞ്ചാലി അക്കാഡമിയുടെ 10x ട്രാൻസ്ഫോർമേഷൻ ഡെയിലി മെന്ററിങ് ആൻഡ് ഡെയിലി ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം. ഇത് എല്ലാ ദിവസവും രാവിലെ ഏർലി മോർണിംഗിൽ 4:30 മുതൽ 5:30 വരെ ഓൺലൈനായിട്ട് സൂമിലൂടെ ലോകത്തിന് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും. GCC രാജ്യത്തിലുള്ളവർക്ക് പ്രത്യേക സമയത്തിന് GCC സമയം UAE സമയം 5:30 മുതൽ 6:30 വരെ സെയിം കോഴ്സ് രണ്ടാമതൊരു ബാച്ച് ആയിട്ട് റൺ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഞങ്ങളുടെ വെബ്സൈറ്റ് വഴിയും LMS സിസ്റ്റം വഴി നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യും. നിങ്ങളുടെ ബിസിനസ്സിനെ ഡെയിലി ഗ്രോ ചെയ്യാനും ഒരു ഓൺടർപ്രണർ എന്ന രീതിയിൽ ഒരു ഓൺടർപ്രണറുടെ എനർജി ഡെയിലി സൂപ്പർ പവറിൽ മെഡിറ്റേഷനും വിവിധ തരത്തിലുള്ള അഫർമേഷനിലൂടെയുള്ള ഡെയിലി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് 100 ഇരട്ടി കരുത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിന് കൊണ്ടുപോകാം. ഈ പ്രോഗ്രാം 2022 ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. സോ ഐ വെൽക്കം ഓൾ ഓഫ് യു to the 10x transformation daily mentoring and coaching program. Thank you. This is me, Casac Benjali. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു.
ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക് ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്നത് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.